Morning, all of you. Good morning. Okay. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നല്ലേ? എന്താ ഒരു സന്തോഷമില്ലാത്ത എല്ലാവർക്കും? ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, നമുക്കിന്നൊരു സ്റ്റോറി പഠിച്ചാലോ? നമ്മളിന്ന് ഇംഗ്ലീഷിലെ ഒരു സ്റ്റോറിയാണ് പഠിക്കുന്നത്. ഏതാണ് സ്റ്റോറി? ദ ലയൺ ആൻഡ് ദ മൗസ്. ദ ലയൺ ആൻഡ് ദ മൗസ്. ലെസൺ സെക്കൻഡില് ദ ലയൺ ആൻഡ് ദ മൗസ് എന്ന സ്റ്റോറിയാണ് നമ്മൾ പഠിക്കുന്നത്. ഏത് സ്റ്റോറിയാണ് പഠിക്കുന്നത്? ദ ലയൺ ആൻഡ് ദ mouse. Okay, page number 17 എടുത്ത് എല്ലാവരും. Page number 17. ഇതിലൊരു എക്സസൈസ് ഉണ്ട്, നോക്കിക്കേ. The lesson deal with the critical thinking and self-awareness. Do you like to keep pets at home? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്താണ് മൃഗങ്ങളെ വളർത്തുന്നത്? പെറ്റ്സ്, അതായത് വളർത്തുമൃഗങ്ങളെ വളർത്തുന്നത് ഇഷ്ടമാണോ? ഓക്കെ. Or would you prefer seeing animals behind cages, gates at a zoo? Okay. Or would you prefer seeing animals behind gates at a zoo? അതായത് നിങ്ങൾ മൃഗശാലയിലൊക്കെ എന്താ മൃഗങ്ങളെയൊക്കെ കൂട്ടിലടച്ചിട്ടില്ലേ, അതിനെയൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? മൃഗശാലയിൽ കൂട്ടിലടച്ച മൃഗങ്ങളെയൊക്കെ എന്താ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ. If yes, why? If no, why not? എന്താണെന്നും എന്തുകൊണ്ടാണെന്നും ഒക്കെ എന്താ പറയണം, അറിയാവോ? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താ മൃഗശാലയിലെ മൃഗങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നതെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്താണ് മൃഗങ്ങളെ, അതായത് വളർത്തു മൃഗങ്ങളെ വീട്ടിൽ വളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇഷ്ടമല്ലേ? ഓക്കെ. Are the animals that you think can be considered as pets? Are the animals that can be Are the animals that you think can be considered as pets? Are the animals that you think can be considered as pets? അതായത് നിങ്ങൾക്ക് പേജ് നമ്പർ 17 കുറേ അനിമൽസിന്റെ പിക്ചേഴ്സ് ഉണ്ട്. ഡോഗ്, മൗസ്, കങ്കാരു, ലയൺ, ബിയർ, ബട്ടർഫ്ലൈ, ക്യാറ്റ്, പാരറ്റ്, സീബ്ര. ഇതിനകത്ത് പെറ്റ്സ് ആണ്. പെറ്റ്സ് അനിമൽസ്, അതായത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഏതാണോ അത് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ആ പെറ്റ് അനിമൽസ് വെച്ച് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഏതാണോ അതിന് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഏതാണ്, ആ മൃഗങ്ങളുടെ പിക്ചർ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? പെറ്റ്സ് അനിമൽസ് ആ പിക്ചറിൽ നോക്കിയതിന് ശേഷം അതെന്ത് ചെയ്യണം? അത് മാത്രം കളർ ചെയ്യണം. ഓക്കെ, നമുക്ക് സ്റ്റോറി പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേ. Ashoka was a huge lion who lived in a forest. Ashoka was a huge lion who lived in a forest. Ashoka was a huge lion who lived in a Ashoka was a huge lion who lived in a forest. എന്താണ്? ഒരു വനത്തിൽ താമസിച്ചിരുന്ന ഒരു വലിയ മൃഗമായിരുന്നു. അശോക എന്താണ്? ഒരു വനത്തിൽ താമസിച്ചിരുന്ന ഒരു വലിയ മൃഗമായിരുന്നു. ഒരു വനത്തിൽ താമസിച്ചിരുന്ന എന്താണ്? ഒരു വലിയ മൃഗമായിരുന്നു. ആരെന്ന് പറയുന്നത്? അശോക എന്ന് പറയുന്നത്. ഓക്കെ. He was the king of the forest. He was the king of the forest. അവൻ എന്താണ്? കാട്ടിലെ രാജാവായിരുന്നു. He was the king of the forest. അവൻ എന്തായിരുന്നു? ആ കാട്ടിലെ രാജാവായിരുന്നു. ആര്? അശോക. ഓക്കെ. Next. He was majestic, great, and would roam the forest with pride. He was a majestic, great, and would roam the forest with pride. He was a majestic, great, and would roam the forest with pride. അതായത് he was a majestic creator and would roam the forest with pride. ഗാംഭീര്യമുള്ള ഒരു ജീവിയായിരുന്നു ആര്? അശോക. അവൻ എന്ത് ചെയ്യും? അഭിമാനത്തോടു കൂടി എന്ത് ചെയ്യും? കാട്ടിലെല്ലാം മലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. എന്താ? അവൻ ഗാംഭീര്യമുള്ള ഒരു ജീവിയായിരുന്നു ആര്? നമ്മുടെ അശോക. അശോക ആരാണ്? എന്തുവാ? സിംഹമാണല്ലേ? ഇവിടുത്തെ രാജാവായിരുന്നു അല്ലേ? അദ്ദേഹം എന്താണ്? ഒരു ഗാംഭീര്യമുള്ള ഒരു ജീവിയായിരുന്നു. അവൻ എന്ത് ചെയ്യുമായിരുന്നു? ആ വനത്തിലെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. All the other animals of the forest were afraid of Ashoka. Okay, all the other animals of the forest were afraid of Ashoka and stayed away from him. All the other animals of the forest were afraid of Ashoka and stayed away from him. All the other animals of the forest were afraid of Ashoka and stayed away from him. കാട്ടിലെ മറ്റെല്ലാം എന്ത് ചെയ്യായിരുന്നു? അശോകയെ ഭയപ്പെടുകയും അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുമായിരുന്നു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും എന്ത് ചെയ്യുമായിരുന്നു? അശോകയെ എന്ത് ചെയ്യായിരുന്നു? ഭയപ്പെടുകയും
അവനിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുമായിരുന്നു. Okay, so the other animals of the forest were afraid of Ashoka and stayed away from him. അതായത് കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾ അശോകയെ ഭയപ്പെട്ട് എന്ത് ചെയ്യുമായിരുന്നു? അവരിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു, അതായത് പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. ഓക്കെ, His roar was so loud and ferocious that it could be heard for miles away in the nearby villages. Okay, his roar was so loud and ferocious that it could be heard for miles away in the nearby villages. അതായത് ആ ഒരു പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കിക്കേ. Ashoka was a huge lion who lived in a forest. Okay, അശോക എന്താണ്? ഒരു വനത്തിൽ താമസിച്ചിരുന്ന ഒരു വലിയ മൃഗമായിരുന്നു. He was the king of the forest. അവൻ എന്തായിരുന്നു? കാട്ടിലെ രാജാവായിരുന്നു. He was majestic creator and would roam the forest with pride. അവൻ ഗാംഭീര്യമുള്ള ഒരു ജീവിയായിരുന്നു. എന്തായിരുന്നു? അവൻ ഗാംഭീര്യമുള്ള ഒരു ജീവിയായിരുന്നു. അതോടൊപ്പം അഭിമാനത്തോടെ കാട്ടിൽ എന്ത് ചെയ്തു? അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. Okay, all the other animals of the forest were afraid of Ashoka and stayed away from him. അതായത് കാട്ടിലുള്ള മറ്റുള്ള മൃഗങ്ങൾക്കെല്ലാം എന്തായിരുന്നു? അശോകയെ എന്തായിരുന്നു? പേടിയായിരുന്നു, ഇല്ലേ? അവനിൽ നിന്ന് എന്ത് ചെയ്യും? അതുകൊണ്ട് അവനിൽ നിന്ന് അകന്നു നടക്കുമായിരുന്നു. Roar was so loud and ferocious that it could be heard for miles away in the nearby villages. അവന്റെ ഗർജനം എന്താണ്? വളരെ ഉച്ചത്തിലും ക്രൂരവുമായിട്ടുള്ളതായിരുന്നു. അവന്റെ ഗർജനം എന്ന് പറയുന്നത് വളരെ ഉച്ചത്തിലും ക്രൂരവുമായിട്ടുള്ളതായിരുന്നു. അത് അടുത്തുള്ള ഗ്രാമങ്ങൾ വരെ എന്ത് ചെയ്യാമായിരുന്നു? കേൾക്കുമായിരുന്നു. Okay, Ashoka lived in a forest. Okay, Ashoka was huge lion, lived in a forest. He was the king of the forest. He was majestic creator and would roam the forest with pride. All the other animals of the forest were afraid of Ashoka and stayed away from him. His roar was so loud and ferocious that it could be heard for miles away in the nearby villages. Okay, ആ പാരഗ്രാഫ് നമുക്ക് ഒന്നുകൂടെ വായിച്ച് നോക്കിക്കേ. എല്ലാവരും ശ്രദ്ധിച്ചേ. അതൊന്നും കൂടെ നമുക്കൊന്ന് വായിക്കാം. Okay, Ashoka was a huge lion who lived in a forest. He was the king of the forest. He was majestic creator and would roam the forest with pride. All the other animals of the forest were afraid of Ashoka and stayed away from him. The roar was so loud and ferocious that it could be heard for miles away in the nearby villages. Okay, അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. One day, Ashoka was fast asleep outside his den. One day, Ashoka was fast asleep outside his den. അശോകൻ തന്റെ ഗുഹയ്ക്ക് പുറത്ത് ഗാഠനിദ്രയിലായിരുന്നു. ഒരു ദിവസം അശോകൻ എന്താണ്? തന്റെ ഗുഹയ്ക്ക് പുറത്ത് ഗാഠനിദ്രയിലായിരുന്നു, അതായത് നല്ല ഉറക്കത്തിലായിരുന്നു. ഓക്കെ, with his head resting on his huge paw. അതായത് തന്റെ എന്താ വലിയ കൈത്തണ്ട കൊണ്ട് അവൻ എന്ത് ചെയ്തു? തലയിൽ അമർന്നു, അല്ലേ? അവന്റെ വലിയ കൈത്തണ്ട എന്ത് ചെയ്തു? തലയിൽ അമർത്തി വെച്ചുകൊണ്ടാണ് അവൻ കിടക്കുന്നത്. നമ്മുടെ അശോക കിടക്കുന്നത് വലിയ കൈത്തണ്ട എന്ത് ചെയ്തു? തലയിൽ അമർത്തി വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവൻ കിടക്കുന്നത്. Chikku, a mischievous little mouse, was sniffing his way around for food. Chikku, a mischievous little mouse, was sniffing his way around for food. Chikku, a mischievous little mouse, was sniffing his way around for food. ചിക്കു ഒരു വികൃതിയായ ഒരു ചെറിയ എലിയായിരുന്നു. അതെന്തിനാണ്? ഭക്ഷണത്തിനായി ചുറ്റി നടക്കുകയായിരുന്നു. ചിക്കു എന്ന് പറയുന്നത് എന്താണ്? ഒരു വികൃതിയായിട്ടുള്ള ഒരു എലിയാണ്. ചിക്കു എന്ന് പറയുന്നത് എന്താണ്? വികൃതിയായിട്ടുള്ള ഒരു എലിയാണ്. എലി എന്ത് ചെയ്യുമായിരുന്നു? അവിടെ എല്ലാം ഭക്ഷണത്തിന് വേണ്ടി എന്താണ്? ചുറ്റി നടക്കുകയായിരുന്നു. ആര്? ചിക്കു ആരാണ്? എലിയിലെ എലി എന്ത് ചെയ്യുകയായിരുന്നു? അവിടെ എല്ലാം ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ചുറ്റി നടക്കുകയായിരുന്നു. He suddenly saw the lion.
അവൻ എന്ത് കണ്ടു? നമ്മുടെ സിംഹത്തെ കണ്ടു. അവൻ എന്ത് കണ്ടു? സിംഹത്തിനെ കണ്ടു. ഓക്കെ. Suddenly saw the lion. He was scared for a moment and was about to run. He was scared for a moment and was about to run. അതായത് അവൻ എന്ത് ചെയ്തു? ഒരു നിമിഷം ഭയന്നു. അവൻ പെട്ടെന്ന് പേടിച്ചു. അവൻ എന്ത് ചെയ്തു? ഒരു നിമിഷം ഭയന്നു പോയി. എന്താ? ആ ലയണിനെ കണ്ടപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്തു? ഭയന്നു പോയി. ഭയന്ന് എന്ത് ചെയ്യാൻ പോയി? ഓടാൻ തുടങ്ങി. ഒരു നിമിഷം ഭയന്ന് എന്ത് ചെയ്തു? ഓടാനുള്ള ഒരു വെപ്രാളം അവനിൽ ഫീൽ ചെയ്തു. അതായത് അവൻ എന്ത് ചെയ്തു? ഒരു നിമിഷം ആ ലയണിനെ കണ്ടപ്പോഴത്തേക്ക് പേടി. നിങ്ങളായാലും ലയണിനെ കണ്ടാൽ നിങ്ങൾക്ക് പേടിയാവുന്നില്ലേ? അതേപോലെ എന്ത് ചെയ്തു? ചിക്കുവിന് എന്ത് ചെയ്തു? ആ ലയണിനെ കണ്ടപ്പോഴത്തേക്ക് പേടിയായി. ഓക്കെ. He saw closely the lion was sleeping. Then he saw closely the lion was sleeping. Then he saw closely the lion was sleeping. Then he was closely. Then he saw closely. അവൻ എന്ത് ചെയ്തു? സിംഹത്തെ അടുത്ത് കണ്ടു. അവൻ എന്ത് ചെയ്തു? സിംഹത്തെ അടുത്ത് കണ്ടു. അപ്പോൾ എന്ത് ചെയ്യായിരുന്നു സിംഹം? The lion was sleeping. സിംഹം ഉറങ്ങുകയായിരുന്നു അല്ലേ? അവൻ ഒരു നിമിഷം എന്ത് ചെയ്തു? സിംഹത്തെ അടുത്ത് കണ്ടു. അടുത്ത് കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ സിംഹം എന്ത് ചെയ്യുകയായിരുന്നു? ഉറങ്ങുകയായിരുന്നു അല്ലേ? Naughty mind began to work. His naughty mind began to work. His naughty mind began to work. Naughty mind. His naughty mind began to work. അവന്റെ അപ്പോഴത്തെ വികൃതിയായിട്ടുള്ള ആ മൈൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോഴത്തെ ആ വികൃതിയായിട്ടുള്ള നമ്മുടെ ചിക്കുവിന്റെ അപ്പോഴത്തെ ആ വികൃതിയായിട്ടുള്ള മൈൻഡ് എന്ത് ചെയ്തു? അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? മനസ്സെന്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? പ്രവർത്തിക്കണ്ട തന്റെ വികൃതിയായിട്ടുള്ള മനസ്സെന്ത് ചെയ്തു? ചിക്കുവിന്റെ തന്റെ വികൃതിയായിട്ടുള്ള മനസ്സെന്ത് ചെയ്യാൻ തുടങ്ങി? പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. എന്താണ് നോക്കാം നമുക്ക്. ഓക്കെ, പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്ക് ആ പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കാം. One day Ashoka was fast asleeping outside his den with his head resting on his huge paw. Chiku, a mischievous little mouse, was Chiku, a mischievous little mouse, was sniffing his way around for food. He suddenly saw the lion. His heart stirred for a moment and was about to run. Then he saw closely and the lion was sleeping. His naughty mind began to work. One day Ashoka was fast asleeping outside his den with his head resting on his huge paw. Chiku, a mischievous little mouse, was sniffing his way around for food. He suddenly saw the lion. He was scared for a moment and was about to run. Then he saw closely the lion was sleeping. His naughty mind began to work. Okay, climb onto the mighty lion and stand up tall on his back. Let me climb onto his mighty lion. Let me climb onto the mighty lion and stand up tall on his back. Let me climb onto the mighty lion and stand up tall on his back. അതായത് എന്ത് ചെയ്തു? നമ്മുടെ ചിക്കുവിന്റെ മനസ്സെന്ത് ചെയ്തു? വികൃതമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഈ ശക്തനായ സിംഹത്തിലെ എന്ത് കയറട്ടെ, അല്ലെങ്കിൽ അവന്റെ പുറകില് ഉയർന്നു നിൽക്കട്ടെ എന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ചിക്കു ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഈ ശക്തനായ സിംഹത്തിന്റെ മുകളിൽ കയറട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവന്റെ മുമ്പിൽ എന്ത് ചെയ്യാം? അവന്റെ പുറകിൽ എന്ത് ചെയ്യാം? ഉയർന്നു നിൽക്കട്ടെ. ഞാൻ ഈ ശക്തനായ സിംഹത്തിന്റെ മുകളിൽ കയറട്ടെ, അല്ലെങ്കിൽ എന്താ അവന്റെ പുറകിൽ എന്താ ഉയർന്നു നിൽക്കട്ടെ എന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ആര് ചിന്തിക്കാൻ തുടങ്ങി? നമ്മുടെ ആരാ ചിന്തിക്കാൻ തുടങ്ങി? പറഞ്ഞേ. ചിക്കു ഇല്ലേ? ചിക്കു എന്ത് ചെയ്യാൻ തുടങ്ങി? ചിന്തിക്കാൻ തുടങ്ങി. അവന്റെ മനസ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എന്താ വികൃതപരമായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ചിന്തിച്ചത്? ഞാൻ എന്ത് ചെയ്യട്ടെ? ഈ ശക്തനായ സിംഹത്തിലെ എടുത്ത് കയറട്ടെ, അല്ലെങ്കിൽ എന്താ അവന്റെ പുറകിൽ പോയി ഉയർന്നു നിൽക്കട്ടെ എന്നൊക്കെ ആര് ചിന്തിക്കാൻ തുടങ്ങി? നമ്മുടെ ചിക്കു ചിന്തിക്കാൻ തുടങ്ങി. I will tell everyone about my courageous feat. Then I will tell everyone about my courageous feat. Then I will tell everyone about my courageous feat. അതായത് ഞാൻ എന്ത് ചെയ്യും? എന്റെ ധീരമായ നേട്ടത്തെ കുറിച്ച് എന്ത് ചെയ്യും? ഞാൻ എല്ലാവരോടും പറയാം. അതായത് എനിക്ക് എന്താ നമ്മുടെ സിംഹത്തിന്റെ അടുത്ത് കയറാൻ, സിംഹത്തിന്റെ ദേഹത്ത് കയറാനും സിംഹത്തിന്റെ പുറകിൽ പോയി എന്താ ഉയർന്നു നിൽക്കാനും ഒക്കെ പറ്റിയ നേട്ടത്തെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും? എല്ലാവരോടും പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്റെ ധീരമായിട്ടുള്ള നേട്ടത്തെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും? എല്ലാവരോടും പറയും. ഓക്കെ. Chiku
slowly and steadily climbed up the lion's tail. Chikku slowly and steadily climbed up the lion's tail and soon reached the top of his back. Okay, Chikku slowly and steadily climbed up the lion's tail and soon reached the top of his back. ചിക്കു എന്ത് ചെയ്തു? പതുക്കെയും നല്ല സ്ഥിരതയോടുകൂടി എന്ത് ചെയ്തു? സിംഹത്തിന്റെ വാലിൽ കയറി പതുക്കെ എന്ത് ചെയ്തു? സിംഹത്തിന്റെ പുറകിലെത്തി. അതായത് ചിക്കു എന്ത് ചെയ്തു? വളരെ പതുക്കെയും സ്ഥിരതയോടുകൂടി എന്ത് ചെയ്തു? സിംഹത്തിന്റെ വാലിൽ കയറി എന്ത് ചെയ്തു? സിംഹത്തിന്റെ പുറകിലെത്തി. അവനെ തന്നെ കുറിച്ച് വളരെ അഭിമാനം തോന്നി. അതായത് അവനെന്ത് ചെയ്തു? വളരെ അഭിമാനം തോന്നി. അതായത് എന്താ? തനിക്ക് തന്റെ സിംഹത്തിന്റെ മുകളിൽ കയറാനും പറ്റിയെന്നുള്ള ഒരു അഭിമാനം ആർക്ക് തോന്നി? ആ ചിക്കുവിന് തോന്നിയില്ലേ? ചിക്കു എന്ത് ചെയ്തു? വളരെ പതുക്കെയും സ്ഥിരതയോടുകൂടി എന്ത് ചെയ്തു? ചിക്കു എന്ത് ചെയ്തു? സിംഹത്തിന്റെ വാലിലൂടെ എവിടെ കയറി? സിംഹത്തിന്റെ പുറകിൽ കയറി. സിംഹത്തിന്റെ പുറകിൽ കയറിയപ്പോൾ ചിക്കുവിന് എന്ത് തോന്നി? ഒരു അഭിമാനം തോന്നി. എന്തിനാ? തനിക്ക് സിംഹത്തിന്റെ മുകളിൽ ഇത്രയും വലിയ മൃഗമായ സിംഹത്തിന്റെ കാട്ടിലെ രാജാവായ ആരാണ് കാട്ടിലെ രാജാവ്? സിംഹം, ലയൺ അല്ലേ? ലയന്റെ മുകളിൽ കയറാൻ കഴിഞ്ഞല്ലോ എന്ന് ആർക്ക് അഭിമാനം തോന്നി? ചിക്കു ആരാണ്? മൗസിലെ എലി. വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. ഹി ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. അവൻ എന്ത് ചെയ്തു? അഭിമാനം തോന്നി. പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കിക്കേ. Let me climb onto the mighty lion and stand up tall on his back, thought Chikku. Then I will tell everyone about my courageous feat. Chikku slowly and steadily climbed up the lion's tail and soon reached the top of his back. He felt very proud of himself. Okay, let me climb onto this mighty lion and stand up tall on his back, thought Chikku. Then I will tell everyone about my courageous feat. Chikku slowly and steadily climbed up the lion's tail and soon reached the top of his back. He felt very proud of himself. Okay, അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. Suddenly Ashoka turned in his sleep with a jerk and Chikku landed right in front of Ashoka's jaw. Okay, suddenly Ashoka turned in his sleep with a jerk and Chikku landed right in front of Ashoka's jaw. Suddenly Ashoka turned in his sleep the jerk and Chikku landed right in front of Ashoka's jaw. പെട്ടെന്ന് അശോകൻ ഒരു ഞെട്ടലോടെ ഉറക്കത്തിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് എന്ത് ചെയ്തു? അശോകൻ ഒരു ഞെട്ടലോടുകൂടി എന്ത് ചെയ്തു? ഉറക്കത്തിലേക്ക് തിരിഞ്ഞു. ഓക്കെ, പെട്ടെന്ന് അശോകൻ എന്ത് ചെയ്തു? പെട്ടെന്ന് അശോകൻ ഒരു ഞെട്ടലോടുകൂടി എന്ത് ചെയ്തു? പെട്ടെന്ന് ഞെട്ടി എന്ത് ചെയ്തു? ഉറക്കത്തിലേക്ക് തിരിഞ്ഞു. ഓക്കെ, പെട്ടെന്ന് ഒരു ഞെട്ടലോടുകൂടി അശോകൻ എന്ത് ചെയ്തു? ഉറക്കത്തിലേക്ക് തിരിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അശോകന്റെ മുകളിൽ ഇരുന്ന ആരാണ്? ചിക്കു ആരാണ്? മൗസ് എന്ത് ചെയ്തു? അശോകന്റെ മുമ്പിൽ വന്ന് വീണു. എവിടെ വന്ന് വീണു? അശോകന്റെ മുമ്പിൽ അതിന്റെ താടിയുടെ അടുത്ത് വന്ന് വീണു ഇല്ലേ? അശോകന്റെ മുമ്പിൽ വന്ന് വീണു. ആരാണ് വീണത്? ചിക്കു വന്ന് എന്ത് ചെയ്തു? അശോകൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോഴത്തേക്ക് ചിക്കു വന്ന് അശോകന്റെ മുമ്പിൽ വീണു ഇല്ലേ? ഓക്കെ, Ashoka woke up from his deep sleep and saw the trembling mouse looking up at him. Ashoka woke up from his deep sleep and saw the trembling mouse looking up at him. Ashoka woke up from his sleep and saw the trembling mouse looking up at him. അശോക എന്ത് ചെയ്തു? അഗാധമായ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അശോകൻ എന്ത് ചെയ്തു? അഗാധമായ ഉറക്കത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഉണർന്നു. അതായത് അശോക wake up from his deep sleep and saw the trembling mouse up at him. അശോകൻ തന്റെ അഗാധമായ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ എന്ത് ചെയ്തു? വിറയ്ക്കുന്ന എലി അവരെ നോക്കി നിൽക്കുന്നത് കണ്ടു. അതായത് അശോകൻ എന്തോ അവന്റെ അഗാധമായ ഉറക്കത്തിൽ നിന്നും ഉണർന്നപ്പോൾ എന്ത് ചെയ്തു? വിറയ്ക്കുന്ന എലി എന്ത് ചെയ്തു? തന്നെ നോക്കി നിൽക്കുന്നതായിട്ട് ആർ കണ്ടു? അശോകൻ കണ്ടുല്ലേ? തന്നെ ഒരു എലി വിറച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നതായിട്ട് ആര് കണ്ടു? അശോകൻ കണ്ടു. ഓക്കെ,
He was furious with the mouse. He was furious with the mouse. He was furious with the mouse. അവൻ എന്ത് ചെയ്തു? എലിയോട് ദേഷ്യപ്പെട്ടു. അവൻ എന്ത് ചെയ്തു? ഇപ്പം നമ്മളായാൽ തന്നെയും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളെ ഒരാളൊന്ന് ശല്യപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ദേഷ്യം വരത്തില്ലേ? അതേപോലെ എന്ത് ചെയ്തു? നല്ല ഉറക്കത്തിലായിരുന്ന ആ സിംഹത്തിനെ ആരുണർത്തി? എലി ഉണർത്തിയപ്പോഴത്തേക്ക് എലിയോട് ആർക്ക് ദേഷ്യം വന്നു? ആ സിംഹത്തിന്, അതായത് അശോകൻ എന്ത് ചെയ്തു? ചിക്കുവിനോട് എന്ത് ചെയ്തു? ദേഷ്യം വന്നു. ഓക്കെ, അതായത് ഫ്യൂരിയസ്, അതായത് വളരെ ദേഷ്യം. ഓക്കെ, അല്ലെങ്കിൽ രോഷാകുലൻ എന്നൊക്കെ പറയും കേട്ടോ. How dare you disturb my sleep? How dare you disturb my sleep? roared Ashoka. How dare you disturb my sleep? roared Ashoka. എൻ്റെ ഉറക്കം കെടുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ട് എന്ന് ആര് അശോകൻ ഗർജിച്ചു. എൻ്റെ ഉറക്കം കെടുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടെന്ന് ആര് ഗർജിച്ചു? അശോകൻ ഗർജിച്ചു. എൻ്റെ ഉറക്കം കെടുത്താൻ നിനക്ക് ഈ മൗസിന് എങ്ങനെയാണ് ധൈര്യമുണ്ടായതെന്ന് ആര് ഗർജിച്ചു? അശോകൻ ഗർജിച്ചു അല്ലേ? Okay. With anger, he opened his jaws to eat the little mouse. Filled with anger, he opened his jaws to eat the little mouse. Okay. Filled with anger, he opened his jaws to eat the little mouse. അവൻ എന്ത് ചെയ്തു? ദേഷ്യം കൊണ്ട് എന്ത് ചെയ്തു? എലിയെ പിടിച്ച് തിന്നാനായിട്ട് അവന്റെ താടിയെല്ലുകൾ തുറന്നു. ദേഷ്യം നിറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവനെ എലിയെ പിടിച്ച് തിന്നാനായിട്ട് അവന്റെ ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോൾ എന്താ? എലിയെ പിടിച്ച് തിന്നാനായിട്ട് അവന്റെ താടിയെല്ലുകൾ തുറന്നു. Scared and shivered the fright. Chiku was very scared and shivered with the fright. Chiku was very scared and shivered with the fright. Very scared and shivered with the fright. ചിക്കു ഇത് വളരെ പേടിക്കുകയും അതുപോലെ തന്നെ എന്താ പേടിച്ച് വിറയ്ക്കുകയും ഒക്കെ ചെയ്തു. എന്ത് ചെയ്തു? ചിക്കു എന്ത് ചെയ്തു? വളരെ ഭയപ്പെടുകയും എന്നാൽ എന്ത് ചെയ്തു? ഭയത്താൽ അവൻ എന്ത് ചെയ്തു? വിറയ്ക്കുകയൊക്കെ ചെയ്തു. അവൻ എന്ത് ചെയ്തു? ഭയപ്പെടുകയും ഭയത്താൽ എന്ത് ചെയ്യുകയും വിറയ്ക്കുകയൊക്കെ ചെയ്തു. എന്താ? പേടിച്ചു പോയി. നമ്മളായാൽ തന്നെ ഒരു ലയണിന്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ നമുക്ക് പേടി വരത്തില്ലേ? അതേപോലെ എന്ത് ചെയ്തു? നമ്മുടെ ചിക്കുവിന് എന്തായി? പേടിയായിപ്പോയി. ലയൺ തന്നെ പിടിച്ചു നിന്നു എന്നുള്ള പേടിയാൽ എന്ത് ചെയ്തു? അവൻ അതിന്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഓക്കെ, ഷിവറിങ്, വിറയ്ക്കാൻ തുടങ്ങി. He was sure that he would soon became Ashoka's meal. He was sure that he would soon became Ashoka's meal. He was sure that he would soon became Ashoka's meal. തന്നെ എന്താ? അശോകന്റെ ഭക്ഷണമായി തീരുമെന്ന് എന്ത് ചെയ്തു? അവന് ഉറപ്പായി. എന്താണ്? ഞാൻ ഇപ്പൊ തന്നെ എന്താ? അശോകന്റെ ഭക്ഷണമായി തീരുമെന്ന് ചിക്കുവിന് ഉറപ്പായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വന്ന് നിൽക്കുന്നത് പോരാണ് എന്താ? നമ്മുടെ അശോകന് ദേഷ്യം വരികയും അതിന്റെ താടിയലുകൾ എന്താ ഇതിനെ പിടിച്ച് തിന്നാനായിട്ട് തുറക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ചിക്കുവിന് മനസ്സിലായി എന്താ? ഞാൻ ഇപ്പൊ തന്നെ എന്ത് ചെയ്യും? അശോകന്റെ ഭക്ഷണമായി തീരുമെന്ന് ഉറപ്പായി. ഉടനെ അടുത്ത തന്റെ ഭക്ഷണമായി തീരുമെന്ന് ഉറപ്പായതോടുകൂടി എന്ത് ചെയ്തു? ഉടനെ നമ്മുടെ ചിക്കു വീണ്ടും രാജാവിനോട് Spare me, O great king. Please spare me, O great king. King. Please spare me, O great king. Please spare me, O great king. മഹാനായ രാജാവേ, ദയവായി എന്നെ ഒഴിവാക്കും. മഹാനായ രാജാവേ, എന്നെ നീ എന്ത് ചെയ്തു? ദയവായി ഒഴിവാക്കും. മഹാനായ രാജാവേ, നീ എന്ത് ചെയ്തു? എന്നെ ദയവായി ഒഴിവാക്കൂ. ഓക്കെ. Pleaded Chiku in a trembling voice. Pleaded Chiku in a trembling voice. Me go. I am very sorry to disturb you. Pleading Chiku in trembling voice. എന്ത് ചെയ്തു? ചിക്കു അവനോട് അപേക്ഷിച്ചു. എന്താണ്? Pleading Chiku in a trembling voice. അവൻ എന്ത് ചെയ്തു? വിറയ്ക്കുന്ന ശബ്ദത്താൽ നമ്മുടെ രാജാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് അഭ്യർത്ഥിച്ചത്? I am very sorry to disturb you, Migo. I am very sorry to disturb you. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഖേദിക്കുന്നു. ദയവായി എന്നെ എന്താ പോകാൻ അനുവദിക്കുന്നു. നിങ്ങളെ ശല്യപ്പെടുത്തുന്നതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഖേദിക്കുന്നു. ദയവായി എന്നെ പോകാൻ അനുവദിക്കുന്നു. നിങ്ങളെ ശല്യപ്പെടുത്തിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? എന്താ ആ പാരഗ്രാഫ് നമ്മൾ നോക്കിക്കേ. How dare you disturb my sleep? roared Ashoka. Filled with anger, he opened his jaws to eat the little mouse. Chiku was very scared and shivered with fright. He was sure that he would soon become Ashoka's meal. Please spare me, O great king, pleaded
Chiku in a trembling voice, we go, I am very sorry to disturb you. Okay, അതുവരെ നമുക്ക് എന്താ, please let me go, I am very sorry to disturb you. അവിടെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ പഠിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അവിടെ വരെ നിങ്ങൾ എന്താ പഠിച്ചാൽ മതി. അവിടെ വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വായിച്ച് നോക്കണം. ഒരു 3 times എന്ത് ചെയ്യണം, നിങ്ങൾ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കണം. അതായത് പ്ലീസ് ലെറ്റ് മീ ഗോ, ഐ ആം വെരി സോറി ടു ഡിസ്റ്റർബ് യു വരെ എന്ത് ചെയ്യണം, നിങ്ങൾ വായിക്കണം. നല്ല രീതിയിൽ ഒരു 3 times വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ വായിച്ചത് പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം വേണം. സൈൻ ചെയ്യിപ്പിച്ച് ടീച്ചർക്ക് ഇട്ട് തരണം. എന്നാലും എന്താ, നിങ്ങൾ 3 times വായിച്ചത് ടീച്ചർക്ക് അറിയാൻ പറ്റും. ആ പാഠമെടുത്ത് വരെ എന്ത് ചെയ്യണം, നിങ്ങൾ വായിക്കണം. വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ടീച്ചർക്ക് സൈൻ ചെയ്ത് വായിച്ചതിന് ശേഷം പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. പേരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ടീച്ചർക്ക് ഇട്ട് തരണം കേട്ടോ. നമുക്ക് ഈ ലെസണിൽ കുറച്ച് ന്യൂ വേർഡ്സും കുറച്ച് മീനിങ്സും പഠിക്കാം. ഓക്കെ, ഇതുവരെ പഠിപ്പിച്ചതിനകത്തുള്ള കുറച്ച് ന്യൂ വേർഡ്സും കുറച്ച് മീനിങ്സും പഠിപ്പിക്കാം. ഓക്കെ, നമ്മൾ ഈ ലെസണിൽ ഇപ്പം പഠിച്ചില്ല. ഈ ലെസണിൽ പഠിച്ചതിനകത്ത് നമുക്ക് കുറച്ച് മീനിങ്സ് പഠിക്കാം. ഓക്കെ, ലെസൺ 2-ലെ കുറച്ച് മീനിങ്സ് ടീച്ചർ ബോർഡിൽ എഴുതിയിടുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ. മീനിങ്: പ്രൈഡ്, ടു ബി പ്രൗഡ് ഓഫ് സംതിങ്. ഫിറോഷ്യസ്, വെരി സ്കറി. വിഷ്വസ്, very naughty. Jerk, a sudden movement. Okay, first എന്താ നോക്കിക്കേ, pride. Pride എന്താണ്? Pride, to be proud of something. To be proud of something. Pride എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അഭിമാനം. അല്ലെങ്കിൽ അഭിമാനം. Pride അഭിമാനം. To be proud of something, അതായത് എന്തെങ്കിലും അഭിമാനിക്കാൻ. അതായത് to be proud of something, എന്തെങ്കിലും അഭിമാനിക്കാൻ. അടുത്ത് നോക്കിക്കേ, ferocious. അടുത്ത് നോക്കിക്കേ, ഫിറോഷ്യസ്. ഫിറോഷ്യസ് എന്താ, ക്രൂരമായ. ക്രൂരമായ അല്ലെങ്കിൽ എന്താ, വളരെ ഭയാനകം. ഫിറോഷ്യസ് ക്രൂരമായ അല്ലെങ്കിൽ വെരി സ്കാരി, വളരെ ഭയാനകം. ഫിറോഷ്യസ് ക്രൂരമായ, വെരി സ്കാരി, വളരെ ഭയാനകം. അടുത്ത് നോക്കിക്കേ, മിസ്റ്റീരിയസ്. മിസ്റ്റീരിയസ് വികൃതി. മിസ്റ്റീരിയസ് വികൃതി. വികൃതി എന്താണ്, മിസ്റ്റീരിയസ് വികൃതി, വെരി നോട്ടി. ഓക്കെ, വളരെ വികൃതിയായ. മിസ്റ്റീരിയസ് വികൃതി, വളരെ വികൃതിയായ. ഓക്കെ, വെരി നോട്ടി, വളരെ വികൃതിയായ. അടുത്ത് നോക്കിക്കേ, ജെർക്ക്. ജെർക്ക് എന്താണ്, ഞെട്ടൽ. ജെർക്ക് എന്താണ്, ഞെട്ടൽ. ജെർക്ക് എന്താണ്, ഞെട്ടൽ. അതായത് എ സഡൻ മൂവ്മെന്റ്, പെട്ടെന്നുള്ള ചലനം. എ സഡൻ മൂവ്മെന്റ്, പെട്ടെന്നുള്ള ചലനം. ഓക്കെ, നോക്കിക്കേ, pride, to be proud of something. Ferocious, very scary. Mischievous, very naughty. Jerk, a sudden movement, പെട്ടെന്നുള്ള ചലനം. മജാസ്റ്റിക്. മജാസ്റ്റിക് എന്താണ്, ഗാംഭീര്യം. മജാസ്റ്റിക് എന്താണ്, ഗാംഭീര്യം. ഗാംഭീര്യം. ഓക്കെ, റോയൽ. റോയൽ എന്താണ്, കിങ്, രാജാവ് അല്ലേ. റോയൽ, രാജാവ്. ഓക്കെ, രാജാവിനെ പോലെ എന്നൊക്കെ പറയും. ഓക്കെ, അടുത്തത് ഫീറ്റ്. ഫീറ്റ് എന്താണ്, നേട്ടം. ഫീറ്റ് എന്താണ്, നേട്ടം. A courageous act. ഫീറ്റ് നേട്ടം. A courageous act. A courageous act എന്താണ്, ഒരു ധീരമായ പ്രവൃത്തി. A courageous act. Courageous act എന്താണ്, ഒരു ധീരമായ പ്രവൃത്തി. Courageous act എന്താണ്, ഒരു ധീരമായ പ്രവൃത്തി. Furious എന്താണ്, very angry. Furious, very angry. Furious എന്താണ്, very angry. Furious എന്താണ്, very angry. Okay, furious. Furious, very angry. എന്താണ്, രോഷാകുലൻ, very angry, വളരെ ദേഷ്യം. Furious, രോഷാകുലൻ, very angry, വളരെ ദേഷ്യം. ഓക്കെ, അടുത്ത ലാസ്റ്റ് നോക്കിക്കേ, plead, to request. Plead, to request. Plead എന്താണ്, to request. Plead എന്താണ്, അപേക്ഷിക്കുക. Plead, അപേക്ഷിക്കുക. To request, അഭ്യർത്ഥിക്കുക. Plead, അപേക്ഷിക്കുക. To request, അഭ്യർത്ഥിക്കുക. Plead, അപേക്ഷിക്കുക. To request, അഭ്യർത്ഥിക്കുക. മജാസ്റ്റിക്. മജാസ്റ്റിക് എന്താണ്, ഗാംഭീര്യം. മജാസ്റ്റിക് എന്താണ്, ഗാംഭീര്യം. ഗാംഭീര്യം. ഓക്കെ, റോയൽ. റോയൽ എന്താണ്, കിങ്, രാജാവ് അല്ലേ. റോയൽ, രാജാവ്. ഓക്കെ, രാജാവിനെ പോലെ എന്നൊക്കെ പറയും. ഓക്കെ, അടുത്തത് ഫീറ്റ്. ഫീറ്റ് എന്താണ്, നേട്ടം. ഫീറ്റ് എന്താണ്, നേട്ടം. A courageous act. ഫീറ്റ് നേട്ടം. A courageous act. A courageous act എന്താണ്, ഒരു ധീരമായ പ്രവൃത്തി. A courageous act. Courageous act എന്താണ്, ഒരു ധീരമായ പ്രവൃത്തി. Furious എന്താണ്, very angry. Furious, very angry. Furious എന്താണ്, very angry. Furious എന്താണ്, very angry. Okay, furious. Furious, very angry.
വളരെ ദേഷ്യം. ഓക്കെ, അടുത്ത ലാസ്റ്റ് നോക്കിക്കേ. പ്ലീഡ് ടു റിക്വസ്റ്റ്. പ്ലീഡ് ടു റിക്വസ്റ്റ്. പ്ലീഡ് എന്താണ്? ടു റിക്വസ്റ്റ്. പ്ലീഡ് എന്താണ്? അപേക്ഷിക്കുക. പ്ലീഡ് അപേക്ഷിക്കുക. ടു റിക്വസ്റ്റ് അഭ്യർത്ഥിക്കുക. പ്ലീഡ് അപേക്ഷിക്കുക. ടു റിക്വസ്റ്റ് അഭ്യർത്ഥിക്കുക. പ്ലീഡ് അപേക്ഷിക്കുക. ടു റിക്വസ്റ്റ് അഭ്യർത്ഥിക്കുക. ഈ 8 മീനിങ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എടുത്തെഴുതാം. എടുത്തെഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല രീതിയിൽ അത് പഠിക്കണം. പഠിക്കുന്നത് പോരാണ്ട് എന്ത് ചെയ്യണം? എഴുതിയും കൂടെ പഠിക്കണം. എഴുതിയും കൂടെ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ടീച്ചർക്ക് ഇട്ട് തരണം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ടീച്ചർ പഠിപ്പിച്ച് തീർന്നത് വരെ 3 ടൈംസ് റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിന് ശേഷം ടീച്ചർക്ക് ഇട്ട് ഫോണിൽ ഇട്ട് തരണം. 3 ടൈംസ് എന്ത് ചെയ്യണം? എല്ലാവരും ശ്രദ്ധിച്ചാൽ മജാസ്റ്റിക്. മജാസ്റ്റിക് എന്താണ്? ഗാംഭീര്യം. മജാസ്റ്റിക് എന്താണ്? ഗാംഭീര്യം. ഗാംഭീര്യം. ഓക്കെ, റോയൽ. റോയൽ എന്താണ്? കിങ്, രാജാവ് അല്ലേ? റോയൽ രാജാവ്. ഓക്കെ, രാജാവിനെ പോലെ എന്നൊക്കെ പറയും. ഓക്കെ, അടുത്തത് ഫീറ്റ്. ഫീറ്റ് എന്താണ്? നേട്ടം. ഫീറ്റ് എന്താണ്? നേട്ടം. A courageous act. ഫീറ്റ് നേട്ടം. A courageous act. A courageous act എന്താണ്? ഒരു ധീരമായ പ്രവൃത്തി. A courageous act. Courageous act എന്താണ്? ഒരു ധീരമായ പ്രവൃത്തി. Courageous act എന്താണ്? ഒരു ധീരമായ പ്രവൃത്തി. അടുത്തതാണ് furious. Furious എന്താണ്? Very angry. Furious, very angry. Furious എന്താണ്? Very angry. Furious എന്താണ്? Very angry. Okay, furious. Furious, very angry. എന്താണ്? രോഷാകുലൻ. Very angry, വളരെ ദേഷ്യം. Furious, രോഷാകുലൻ. Very angry, വളരെ ദേഷ്യം. Okay. അടുത്ത ലാസ്റ്റ് നോക്കിക്കേ. Plead to request. Plead to request. Plead എന്താണ്? To request. Plead എന്താണ്? അപേക്ഷിക്കുക. Plead അപേക്ഷിക്കുക. To request അഭ്യർത്ഥിക്കുക. Plead അപേക്ഷിക്കുക. To request അഭ്യർത്ഥിക്കുക. Plead അപേക്ഷിക്കുക. To request അഭ്യർത്ഥിക്കുക. ഈ 8 മീനിങ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എടുത്തെഴുതാം. എടുത്തെഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല രീതിയിൽ അത് പഠിക്കണം. പഠിക്കുന്നത് പോരാണ്ട് എന്ത് ചെയ്യണം? എഴുതിയും കൂടെ പഠിക്കണം. എഴുതിയും കൂടെ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? ടീച്ചർക്ക് ഇട്ട് തരണം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ടീച്ചർ പഠിപ്പിച്ച് തീർന്നത് വരെ 3 ടൈംസ് റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിന് ശേഷം ടീച്ചർക്ക് ഇട്ട് ഫോണിൽ ഇട്ട് തരണം. 3 ടൈംസ് എന്ത് ചെയ്യണം? ഓക്കെ, ടെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? 3 ടൈംസ് റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിന് ശേഷം ടീച്ചർക്ക് ഇട്ട് തരണം. അതുപോലെ ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ച മീനിങ്സ് എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചർക്ക് ഇട്ട് തരണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേരം EVS പഠിക്കാം. ഓക്കെ, പേജ് നമ്പർ 181 എടുത്തേ. 181 എടുത്തേ പേജ് നമ്പർ. ഗ്രോവിംഗ് അപ്പ്. ലെസൺ 3 ഗ്രോവിംഗ് അപ്പ്. ഓക്കെ, വളരുന്നു ഇല്ലേ? All living things grow. All living things grow. All living things grow. എല്ലാ ജീവജാലങ്ങളും എന്ത് ചെയ്യുന്നു? വളരുന്നു ഇല്ലേ? All living things grow. എല്ലാ ജീവജാലങ്ങളും വളരുന്നു. Plants, animals and human beings, all living things. Plants, animals and human beings, all living things. Plants, animals and human beings are living things. Plants അതായത് സസ്യങ്ങളും മൃഗങ്ങളും മനുഷ്യരും എല്ലാം എന്താണ്? ലിവിങ് തിങ്സ് ആണ്. സസ്യങ്ങളായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും ഇവയെല്ലാം എന്താണ്? ഒരു ലിവിങ് തിങ് ആണ് അല്ലേ? ജീവനുള്ള വസ്തുവാണ്. അത് ജീവജാലമാണ് അല്ലേ? ഓക്കെ, all living things grow. Plants, animals and human beings, all living things. അതായത് മനുഷ്യരായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും ഇവയെല്ലാം എന്താണ്? ജീവനുള്ളവയാണ്. അതായത് ജീവനുള്ളവയാണ്. ഓക്കെ, when we grow our body parts also grow. 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 നമ്മൾ വളരുമ്പോൾ നമ്മുടെ ശരീരവും എന്ത് ചെയ്യുന്നു? നമ്മളോടൊപ്പം വളരുന്നു. നമ്മൾ വളരുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളും എന്ത് ചെയ്യുന്നു? നമ്മളോടൊപ്പം വളരുന്നു. നമ്മൾ വളരുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളും എന്ത് ചെയ്യുന്നു? നമ്മളോടൊപ്പം വളരുന്നു. When we grow our body parts also grow. നമ്മൾ വളരുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളും നമ്മളോടൊപ്പം വളരുന്നു. This happened with all living things being. 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 Okay. എല്ലാ ജീവജാലങ്ങളിലും ഇത് സംഭവിക്കുന്നു. This happened with all living things beings. This happened with all living things being. അതായത് എല്ലാ ജീവജാലങ്ങളിലും ഇത് സംഭവിക്കുന്നു. അതായത് നമ്മൾ വളർന്നതനുസരിച്ച് അവ എന്ത് ചെയ്യുന്നു? വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. അതുപോലെ നോക്കിക്കേ, plants grow into a tree. A plants grow into a tree. A plants grow into a tree. അതായത് ചെടി വളർന്ന് എന്തായി മാറുന്നു? ഒരു മരമായി മാറുന്നു. Plants grow into a tree.
ചെടി എന്താ വളർന്ന് ഒരു മരമായി മാറുന്നു. ഈ പ്ലാന്റ്സ് ഗ്രോസ് ഇൻടു എ ട്രീ. അതായത് ഒരു ചെടി നടുമ്പോൾ ആ ചെടി എന്ത് ചെയ്യുന്നു, പല ഘട്ടങ്ങളായി വളർന്ന് 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 എന്ത് ചെയ്യുന്നു, ഒരു മരം. chick grow up to became a hen. A chick grows up to became a hen. അതായത് ഒരു ചെറിയൊരു കോഴിക്കുഞ്ഞ്. ആ കോഴിക്കുഞ്ഞ് എന്ത് ചെയ്യുന്നു, ഒരു മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞാവുന്നു. ആ കോഴിക്കുഞ്ഞ് വളർന്ന് വളർന്ന് എന്തായി മാറുന്നു, ഒരു ഹെൻ, ഒരു കോഴിയായി മാറുന്നു അല്ലേ. ഓക്കെ, a chick grows up to became a അടുത്ത് നോക്കിക്കേ, എ ബോയ് ഗ്രോ ടു ബിക്കേം എ മാൻ. എ ബോയ് ഗ്രോ ടു ബിക്കേം എ മാൻ. ബോയ് ഗ്രോ ടു ബിക്കേം എ മാൻ. എന്താ, ഒരു ആൺകുട്ടി ഒരു മനുഷ്യനായി വളരുന്നു. ഒരു ആൺകുട്ടി എന്ത് ചെയ്യുന്നു, ഒരു മനുഷ്യനായി വളർന്നു. എ ബോയ് ഗ്രോസ് ടു ബിക്കേം എ മാൻ. എ ബോയ് ഗ്രോസ് ടു ബിക്കേം എ മാൻ. ഒരു ആൺകുട്ടി എന്താണ്, വളർന്ന് ഒരു ബോയ്, ഒരു ആൺകുട്ടി വളർന്നൊരു മനുഷ്യനായി മാറും. Okay. A girls grow to become a woman. A girls grow to become a woman. A girl grow to become a woman. അതായത് ഒരു പെൺകുട്ടി വളർന്ന് എന്തായി മാറുന്നു, ഒരു സ്ത്രീയായി മാറുന്നു. ഒരു പെൺകുട്ടി വളർന്ന് എന്തായി മാറുന്നു, ഒരു സ്ത്രീയായി മാറുന്നു. A girl grow to become a woman. ഒരു പെൺകുട്ടി വളർന്ന് എന്തായി മാറുന്നു, ഒരു സ്ത്രീയായി. Again, we are born to babies, the mother take care of her baby. We are born to baby, the mother take care of her baby. We are born to baby, the mother take care of her baby. എന്താ, ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അമ്മ തൻ്റെ കുഞ്ഞിനെ എന്താ പരിപാലിക്കുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, തൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു, തൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, പരിപാലിക്കുന്നില്ലേ. നിങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോഴും നിങ്ങൾ അമ്മ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുന്നു, പരിപാലിക്കുന്നില്ലേ. നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കും, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അമ്മ എന്ത് ചെയ്യുന്നു, പരിപാലിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയല്ല, എല്ലാ കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യുന്നു, അവരവരുടെ അമ്മമാർ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ പരിപാലിക്കുന്നു, നല്ല രീതിയിൽ നോക്കുന്നു ഇല്ലേ. We are born as baby, the mother take care of her baby. We are born as babies, the mother take care of her baby. Okay. അടുത്ത നോക്കിക്കേ, from a baby we grow up to be a young boy or girl. From a baby we grow up to be young boy or girl. From a baby we grow up to be a young boy or girl. അതായത് ഒരു കുട്ടി വളർന്ന് എന്തായി മാറുന്നു, ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായി മാറുന്നു അല്ലേ. ഒരു കുഞ്ഞിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു കുഞ്ഞിൽ നിന്ന് ഒരു ആൺകുട്ടിയായിട്ടോ ഒരു പെൺകുട്ടിയായിട്ടോ മാറുന്നു. ഒരു കുഞ്ഞിൽ നിന്ന് അത് എന്തായി മാറുന്നു, ഒരു ആൺകുട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതെന്താ, ചിലപ്പോൾ ഒരു ആൺകുട്ടിയായിട്ട് ജനിക്കും, അല്ലെങ്കിൽ അതെന്താ ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കും അല്ലേ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതെന്താണ്, ഒരു ആൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് ജനിക്കും. Young boy, girl grow up to teenager. Young boy or girl grow up as teenager. Young boy or girl grow up as teenager. Okay, young boy, girl grow up as teenager. എന്താ, ചെറുപ്പക്കാരനായ. നോക്കിയേ, teenagers grow to become adults. Teenagers grow to become adults. Teenagers grow to become adults. അതായത് teenagers grow to become adults. അതായത് കൗമാരക്കാർ എന്താകുന്നു, ഒരു മുതിർന്നവരായി വളർന്നു. കൗമാരപ്രായം മാറി പിന്നെന്താ, അതിലേക്ക് ഇച്ചിരി മുതിർന്ന പ്രായത്തിലേക്ക് മാറുന്നു. കൗമാരപ്രായത്തിൽ മാറി എന്താ, ചില മുതിർന്ന അഡൾട്ട്സ്, അതായത് ടീനേജിൽ നിന്ന് അഡൾട്ട്സിലേക്ക് മാറുന്നു. അതായത് കൗമാരപ്രായത്തിൽ നിന്ന് ചില മുതിർന്ന പ്രായത്തിലേക്ക് മാറുന്നു. After many years we grow old, our hair turns
became weak. After many years, we grow old. കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? പ്രായം ചെല്ലുന്നു ഇല്ലേ? പ്രായമാവുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ മെനി ഇയേഴ്സ്, കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? വി ഗ്രോ ഓൾഡ്. എന്താ? വളരെ പ്രായം ചെന്നു. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വളരെ പ്രായം ചെന്നിട്ട് അവർ ഹെയർ ടേൺസ് ഗ്രേ ആൻഡ് അവർ ബോഡി ബിക്കെയിം വീക്ക്. മുടികളൊക്കെ എന്ത് ചെയ്യുന്നു? നരയ്ക്കുകയും ശരീരം ദുർബലമാവുകയും ചെയ്യുന്നു അല്ലേ? അവർ ഹെയർ ടേൺസ് ഗ്രേ ആൻഡ് അവർ ബോഡി ബിക്കെയിം വീക്ക്. അതായത് മുടികളൊക്കെ എന്ത് ചെയ്യുന്നു? മുടികളൊക്കെ നരയ്ക്കുകയും അവരുടെ ശരീരം എന്ത് ചെയ്യുന്നു? ദുർബലമാവുകയും ചെയ്യുന്നു. ആഫ്റ്റർ മെനി ഇയേഴ്സ് വി ഗ്രോ ഓൾഡ്, അവർ ഹെയർ ടേൺ ഗ്രേ ആൻഡ് അവർ ബോഡി ബിക്കെയിം വീക്ക്. അതായത് കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവർ പ്രായമാവുകയും അവരുടെ മുടികൾ നരയ്ക്കുകയും അതുപോലെ തന്നെ അവരുടെ ശരീരം എന്ത് ചെയ്യുന്നു? ദുർബലമാവുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, when we grow some body features change and some remains the same. Right, same or change against each future. അതായത് ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്, ശ്രദ്ധിച്ചിരിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ടീച്ചർക്ക് ഇട്ട് തരണം. നോക്കിക്കേ, when we grow some body features change and some remains the same. Right, same or change against the each futures. അതായത് എന്താ? when we grow some body features change and some remains that same. അതായത് നമ്മൾ വളരുമ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? വളരുന്നു. ചിലതെന്താ? അതേപോലെ സെയിം ആയിട്ട് നിൽക്കുന്നു ഇല്ലേ? റൈറ്റ്, സെയിം ഓർ ചേഞ്ച് അഗെയിൻസ്റ്റ് ഈച്ച് ഫ്യൂച്ചേഴ്സ്. അതായത് സെയിം ആയിട്ട് നിൽക്കുന്നത് ഏതാണെന്നും ചേഞ്ച് വരുന്നത് ഏതാണെന്നും നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഒരു കുറച്ച് ഫ്യൂച്ചേഴ്സ് കൊടുത്തിട്ട് നോക്കിയേ, വിശേഷണങ്ങൾ കൊടുത്തിട്ട് നോക്കിയാൽ കളേഴ്സ് ഓഫ് ഐസ്. കളർ, നിങ്ങളെ കണ്ണിന്റെ നിറങ്ങൾ മാറുന്നുണ്ടോ? അത് സെയിം ആണോ ചേഞ്ച് ആണോ എന്ന് എഴുതണം. ഹൈറ്റ്, നിങ്ങളുടെ ഹൈറ്റ് എന്താ? നിങ്ങൾ വളരുന്നതനുസരിച്ച് കൂടുന്നുണ്ടോ എന്നോ അതെങ്കിൽ കുറയുന്നുണ്ടോ, അതോ കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണോ, സെയിം ആയിട്ട് തന്നെ നിൽക്കുകയാണോ എന്ന് എഴുതണം. അതായത് സെയിം അല്ലെങ്കിൽ ചേഞ്ച്. സെയിം ഒരേപോലെ നിങ്ങൾ വളരുന്നതനുസരിച്ച് നിങ്ങളുടെ ഹൈറ്റ് സെയിം ആണെങ്കിൽ സെയിം എന്നും, ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ? ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച്. അത് ഏതാണെന്ന് അവിടെ എഴുതണം കറക്റ്റായിട്ട്. നമ്പർ ഓഫ് ഫിംഗേഴ്സ്, നിങ്ങൾ വളരുന്നതനുസരിച്ച് നിങ്ങളുടെ കയ്യിലെ വിരലുകൾ എന്താ? കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന്. അത് സെയിം ആണെങ്കിൽ സെയിം എന്ന് എഴുതണം, ചേഞ്ച് ആണെങ്കിൽ ചേഞ്ച് എന്ന് എഴുതണം. കളർ ഓഫ് ഹെയർ, നിങ്ങൾ വളരുന്നതനുസരിച്ച് നിങ്ങളുടെ മുടിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? അത് സെയിം ആണെങ്കിൽ സെയിം എന്ന് എഴുതണം, ചേഞ്ച് ആണെങ്കിൽ ചേഞ്ച് എന്ന് എഴുതണം. വെയിറ്റ്, നിങ്ങൾ വളരുന്നതനുസരിച്ച് നിങ്ങളുടെ വെയിറ്റിൽ മാറ്റം വരുന്നുണ്ടോ? നിങ്ങൾക്ക് പഴയ വെയിറ്റ് തന്നെയാണോ അതോ വളരുന്നതനുസരിച്ച് വെയിറ്റ് കൂടുന്നുണ്ടോ? അതെന്താണ്? സെയിം ആണെങ്കിൽ സെയിം എന്ന് എഴുതണം. വെയിറ്റ് കൂടുന്ന എല്ലാം പഴയ കണക്കാണ് നിൽക്കുന്നതെങ്കിൽ സെയിം, കൂടുന്നുണ്ടെങ്കിൽ എന്താണ്? ചേഞ്ച്. അങ്ങനെ എന്താ? സെയിം അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ള കറക്റ്റ് ആൻസർ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ടീച്ചർക്ക് ഇട്ട് തരണം കേട്ടല്ലോ. ഹോംവർക്കാണ്, കറക്റ്റായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം പഠിച്ച ലെസൺ എന്ത് ചെയ്യണം? നല്ലതുപോലെ റീഡ് ചെയ്യണം. ഒരു 3 times റീഡ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. പഠിച്ച ടീച്ചർ പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു.